ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വേൾഡ്. അബീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PSCയുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള റിട്ടുകൾ എന്ന ടോപ്പിക്കാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. റിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ലാറ്റിൻ. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം അനുച്ഛേദം. ഭരണഘടനയുടെ ഏത് വകുപ്പനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32-ാം അനുച്ഛേദം അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. 32-ാം അനുച്ഛേദം എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് 32-ാം അനുച്ഛേദം എന്ന് പറയുന്നത്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? അതും 32-ാം അനുച്ഛേദം തന്നെയാണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് 32-ാം അനുച്ഛേദം. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദമനുസരിച്ചാണ്? 226-ാം അനുച്ഛേദം. 226-ാം അനുച്ഛേദം അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ 32-ാം അനുച്ഛേദം അനുസരിച്ച് റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയും 226-ാം അനുച്ഛേദം അനുസരിച്ച് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയുമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5. 5 റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന 5 റിട്ടുകൾ? 1. ഹേബിയസ് കോർപ്പസ്. 2. മാൻഡാമസ്. 3. ക്വോ വാറന്റോ. 4. പ്രൊഹിബിഷൻ. 5. സെർഷ്യോററി. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, ക്വോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. ഇനി നമുക്ക് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്താണെന്ന് നോക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് കോടതി പുറപ്പെടുവിക്കുന്നത് എപ്പോഴാണ്? നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായിട്ടാണ് കോടതി ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ എന്താണ് ഹേബിയസ് കോർപ്പസ്? നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തത് മാൻഡാമസ്. എന്താണ് മാൻഡാമസ്? നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡാമസ്. നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡാമസിൻ്റെ അർത്ഥം. മാൻഡാമസ് റിട്ട് കോടതി പുറപ്പെടുവിക്കുന്നത് എപ്പോഴാണ്? സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡാമസ്. എന്താണ്? സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡാമസ്. അടുത്തത് ക്വോ വാറന്റോ. ക്വോ വാറന്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എന്ത് അധികാരം. എന്ത് അധികാരം എന്നാണ് ക്വോ വാറന്റോ എന്ന പദത്തിൻ്റെ അർത്ഥം. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്വോ വാറന്റോ ആണ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് ക്വോ വാറന്റോ. അടുത്തത്
പ്രൊഹിബിഷൻ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. എന്താണ്? നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്, അതാണ് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രൊഹിബിഷൻ എന്ന റിട്ടാണ്. അടുത്തത് സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. എന്താണ് സെർഷ്യോററി? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. അപ്പോൾ റിട്ടുകളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.